BJP എഴുതത്തള്ളാൻ പറ്റുന്ന സാഹചര്യം എന്താ അനുവേട്ട? BJP ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ എനിക്ക് പറയുന്നത് BJP ഒരു എക്സ് ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഒരു കണക്ക് നോക്കി 2011 ചാത്തന്നൂർ മണ്ഡലത്തിൽ BJP കിട്ടിയ വോട്ടുകൾ 3839 വോട്ടാണ് 2011 കിട്ടിയത്. ഇപ്പോൾ കഴക്കൂട്ടത്താണ് 7000. കഴക്കൂട്ടത്ത് കിട്ടിയത് 7508 വോട്ടാണ്. കഴക്കൂട്ടത്ത് MA വാഹിദും C അജയകുമാറും ഇവിടെ മത്സരിച്ച സമയത്ത് BJP കിട്ടുക എനിക്ക് തോന്നുന്നു JR പത്മകുമാർ സ്ഥാനാർത്ഥി പേര് ഓർക്കുന്നത് JR പത്മകുമാറാന്ന് തോന്നുന്നു അത് കിട്ടുന്നത്. പക്ഷെ അവിടെ നിന്ന് BJP നേടിയ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ വളർച്ചയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12.45 കിട്ടി, പിന്നെ 19% ലോക്സഭ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 22% വോട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ പല അത്ഭുതങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 ഇടത്താണ് BJP രണ്ടാമത്തേത്. 22%, 23% വോട്ട് കിട്ടുവാണെങ്കിൽ പലയിടത്തും 3, 2, 1 ഒക്കെ ആയി മാറാം. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 30 മുതൽ 38 വരെ സീറ്റുകളിൽ BJP രണ്ടാം സ്ഥാനത്തെത്താം. ഒന്നാം സ്ഥാനത്തിൻ്റെ എണ്ണം ഞാൻ പറയുന്നില്ല. ഒന്നാം സ്ഥാനത്തിൻ്റെ എണ്ണം അത് ഈ പെർസെൻറ്റേജ് വോട്ട് കിട്ടും. അതിൽ കണക്കൂട്ടുന്നതിനേക്കാളും വളരെയധികമായിരിക്കും. പക്ഷേ എന്നെ വളരെയധികം ഞെട്ടിപ്പിച്ച ഒരു സംഭവം, വളരെ അത്ഭുതപ്പെടുത്തിയ സംഭവം ഈ പ്രചാരണ സമയത്ത് പലപ്പോഴും നോക്കിയപ്പോൾ ഞാൻ മധ്യകാലത്തിലെ ചില മണ്ഡലങ്ങളൊക്കെ പോയി. തിരുവല്ല, പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഇവിടുത്തേക്ക് ഒരു പ്രചാരണ രീതികളും ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഭയങ്കര ഒരു കണ്ണു തള്ളുന്നൊരു ഇതായി. കാരണം തിരുവല്ല മണ്ഡലം എന്ന് പറഞ്ഞാൽ BJPക്ക് ചില പോക്കറ്റുകളുണ്ട്. തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ കാവുമ്പാം പോലുള്ള ചില പോക്കറ്റുകളുണ്ട്. പിന്നെ കവിയൂർ പഞ്ചായത്ത്, നെടുമ്പുറം പഞ്ചായത്ത്, ഇങ്ങനെ ചില പോക്കറ്റുകളുള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ BJPയുടെ അനുമാനണി അവിടെ 2 മുന്നണികളെ കടത്തി വിട്ടുന്നൊരു പ്രചാരണ രീതികളും എല്ലാത്തിലും ഒന്നാം സ്ഥാനത്ത് നിന്നൊരു പ്രചാരണ രീതിയായിരുന്നു. പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൽ ജയസാധ്യത എങ്ങനെയാണെന്ന് ആർക്കാണെന്ന് പെട്ടി പൊട്ടിക്കുന്നിടം വരെ, വോട്ട് പെട്ടി പൊട്ടിക്കുന്നിടം വരെ ഒരു പ്രവചിക്കാനാവാത്ത അവസ്ഥയാണ്. പാല, അത് മറ്റൊരു മണ്ഡലം പാലൊരു ഷോൺ ജോർജിന് വരുമെന്നപ്പോൾ ഷോൺ ജോർജ് അവിടെ മുന്നോക്ക ഹിന്ദു വോട്ടുകൾ പോലും ഷോൺ ജോർജ് അതിഭയങ്കരമായിട്ട് മുന്നോക്ക ഹിന്ദു വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും നേടും. പൂഞ്ഞാറിൽ PC ജോർജ് 2016 2 മുന്നണികളെ തോൽപ്പിച്ച് ജയിച്ച ഒരാളാണ്. ഇങ്ങനെ മധ്യ പല മണ്ഡലങ്ങളിലും ഈ തവണ BJP ഒരു നിർണായക ശക്തിയാവും. പക്ഷേ ഇത് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ കേന്ദ്രങ്ങളാണ് BJPയുടെ വളർച്ച. ഈ വോട്ട് ശതമാനം അനൂപാനണി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 40,000-ന് മുകളിൽ വോട്ടുകൾ തിരുവല്ല മണ്ഡലത്തിൽ നേടുകയാണെങ്കിൽ BJP ആര് ജയിക്കുമെന്ന് പ്രവചിക്കാനൊപ്പം തന്നെ വരും തെരഞ്ഞെടുപ്പിൽ 2031 തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂറിൽ മാത്രം BJPക്ക് ഒരു 3 സീറ്റോളം പ്രതീക്ഷിക്കാനുള്ള സ്കോപ്പുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ഇതിൽ എനിക്ക് ആദ്യം എൻ്റെ മനസ്സുണ്ടായ തെറ്റിദ്ധാരണ പിന്നീട് തിരുത്തപ്പെട്ടത് ഞാൻ പറഞ്ഞുതരാം. 2020 പ്രധാനപ്പെട്ട സീറ്റ് കൊടുത്തു. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ഇതെന്താ, ഇപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറ, അതുപോലെ കൊടുങ്ങല്ലൂർ കൊടുത്തു, കൊടുത്തു. അതുപോലെ തന്നെ BDGSന്, അതായത് BJPക്ക് ഒരു 30,000-40,000 വോട്ട് ഷെയറുള്ള മണ്ഡലങ്ങൾ കൊടുത്തു. പക്ഷെ പിന്നീട് അതേക്കുറിച്ച് ചിന്തിച്ചപ്പോഴും പല പ്രഗത്ഭരോടും ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ടാണ് BJP കേരളത്തിൽ ക്രമാനുഗതമായി വളരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്, വളരുന്നുണ്ട് വോട്ട് ഷെയർ. പക്ഷേ അധികാരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇതിൻ്റെ കാരണം കേരളത്തിലെ രാഷ്ട്രീയ മുന്നണി സംവിധാനമാണ്. ഇവിടെ ഈ ചെറു മുന്നണികളെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ ഇവിടെ വളർച്ചയുള്ളൂ. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ തന്ത്രപരമായ ഒരു തിരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ BJPക്ക് കൃത്യമായ മുന്നണി സംവിധാനമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. 2020 ഒപ്പം ചേർത്ത് പ്രധാനപ്പെട്ട സീറ്റുകൾ കൊടുത്തു, അവരെ വിശ്വാസത്തിലെടുത്തു. BDJSന് പ്രധാനപ്പെട്ട സീറ്റ് കൊടുത്തു. നമ്മുടെ 2 സീറ്റ് പോയാലും കുഴപ്പമില്ല, മുന്നണിക്ക് കെട്ടുറപ്പുണ്ടാകണം. അങ്ങനെ BJP ഇത്തവണ NDA എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കി. അതിൻ്റെ ഒരു ഫലം വരും തെരഞ്ഞെടുപ്പിൽ, അതായത് 2031 തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിനു മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും കാലം BJPക്ക് ഉണ്ടാകാതിരുന്ന ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഒരു മേന്മ ഇത്തവണ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.